ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇപ്പോൾ ഇഡലിക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രാവിലെ തന്നെ അത് തുറന്ന് നോക്കി കേട്ടോ, പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇഡലിക്ക് ഞാൻ ഈ ഇഡലിയുടെ തട്ട് എണ്ണയൊക്കെ ഒന്ന് പുരട്ടിയിട്ട് ഒന്ന് ആവി കയറ്റി എടുത്തായിരുന്നേ. അപ്പോൾ നമ്മുടെ ഇഡലി പെട്ടെന്ന് തന്നെ ഇളകി വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡലി കണ്ട് നമുക്കങ്ങോട്ട് കോരി ഒഴിച്ച് അടച്ച് വെച്ച് കഴിക്കാവേ. ഇപ്പോൾ ഇഡലിയുടെ കൂടെ നമുക്കിന്ന് സാമ്പാറാണേ. സാമ്പാർ കഷ്ണമൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് കുക്കർ തന്നെ സാമ്പാർ വയ്ക്കുന്നത്. സവാളയൊക്കെ ഒന്ന് വാട്ടി പൊടിയൊക്കെ ചേർത്തിട്ട് എന്താ പറയുക, നമ്മൾ അരിഞ്ഞ് വെച്ച കഷ്ണവും പരിപ്പുമൊക്കെ ചേർത്ത്, പരിപ്പ് ഞാൻ ഇവിടെ ഓറഞ്ച് മസൂറില്ലേ അതാണേ. അപ്പോൾ പിന്നെ അത് കഷ്ണത്തിനോടൊപ്പം തന്നെ അത് വേകുവേ, പ്രത്യേകിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളും പരിപ്പും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് ഒരു വിസിൽ കേൾപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയാവും കേട്ടോ. പിന്നെ ഉപ്പും കായപ്പൊടിയൊക്കെ ചേർത്ത് നമുക്കൊന്ന് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇഡലി ആയിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് എടുത്ത് വയ്ക്കാം. നല്ല പെട്ടെന്ന് തന്നെ ഇളകി വരും കേട്ടോ, അങ്ങനെ അധികം ഒട്ടിയൊന്നും പിടിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഇഡലി ആയിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ ദേ ഞാൻ ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഉപ്പൊക്കെ ചേർത്ത് കായപ്പൊടിയൊക്കെ ചേർത്ത് നമ്മുടെ അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അഭിക്കുട്ടനല്ല സുമേഷേട്ടൻ അപ്പോൾ ഇന്ന് ദോശ മതി കേട്ടോ. ദോശയല്ല, എന്നും ദോശ മതി, ഇഡലി അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. ദോശ ഉണ്ടാക്കി. അപ്പോൾ കണ്ണൻകുട്ടൻ്റെ ചായ ചൂടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അബിക്ക് ഇന്നപ്പോൾ സ്കൂളിൽ കൊണ്ടുപോയി ഇഡലി മതി എന്ന് പറഞ്ഞേ. സാധാരണ അവനങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്ന് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അവർക്ക് അങ്ങോട്ട് ഇതേ കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അബിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും ഇഡലി എടുത്തു വെച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ. ഓക്കെ, ബൈ.